ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സീറ്റുകളിൽ ധാരണയായി. ഡൽഹിയിൽ 4 സീറ്റിൽ ആം ആദ്മിയും 3 സീറ്റിൽ കോൺഗ്രസും മത്സരിക്കും. ഗുജറാത്തിൽ 2 സീറ്റിലും ഹരിയാനയിൽ 1 സീറ്റുമാണ് ആം ആദ്മി മത്സരിക്കുക. ഗോവയിൽ 2 സീറ്റും കോൺഗ്രസിനാണ് നൽകുക. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദ്, ആദ്യഘട്ടത്തിലൊക്കെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അടക്കം പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ധാരണയായിരിക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ ഏറെക്കുറെ ഒരു സീറ്റ് ധാരണയായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്നാൽ മമത അടക്കമുള്ളവരെ ഇനിയും ധാരണയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മുന്നേറാനുള്ള നിർണായക തീരുമാനങ്ങളാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് പ്രധാനമായും 3 സംസ്ഥാനങ്ങളിലെയും അതുപോലെ തന്നെ 2 കേന്ദ്ര ഭരണങ്ങളുടെയും സീറ്റ് ധാരണയിലാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എത്തിയിരിക്കുന്നത്. ഡൽഹി, ഹരിയാന, ഗുജറാത്ത്, ഗോവ അതുപോലെ തന്നെ ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ സീറ്റ് ധാരണയിലായിരിക്കുന്നത്. ഡൽഹിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 7 സീറ്റുകളാണ് ഡൽഹിയിലുള്ളത്. ഇതിൽ 4 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും 3 സീറ്റുകളിൽ കോൺഗ്രസും മത്സരിക്കും. ഡൽഹിയിലെ ന്യൂഡൽഹി, സൗത്ത് ഡൽഹി, ഈസ്റ്റ് ഡൽഹി, വെസ്റ്റ് ഡൽഹി എന്നിവിടങ്ങളിലായിരിക്കും ആം ആദ്മി പാർട്ടി മത്സരിക്കുക. അതേസമയം കോൺഗ്രസ് മത്സരിക്കുക നോർത്ത് ഈസ്റ്റ് ഡൽഹി, നോർത്ത് വെസ്റ്റ് ഡൽഹി, ചാന്ദിനി ചൌക്ക് എന്നിവയിലായിരിക്കും. ഹരിയാനയിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ 1 സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. 9 സീറ്റുകളാണ് കോൺഗ്രസ് മത്സരിക്കുക. 1 സീറ്റ് കുരുക്ഷേത്ര സീറ്റിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കും. ഇതുകൂടാതെ തന്നെ ചണ്ഡീഗഡ് സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകുവാൻ ആം ആദ്മി പാർട്ടി തയ്യാറായിട്ടുണ്ട്. ഗുജറാത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 26 മണ്ഡലങ്ങളാണ് ഗുജറാത്തിലുള്ളത്. ഇതിൽ 24 സീറ്റുകളിൽ കോൺഗ്രസും അതുപോലെ തന്നെ 2 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും മത്സരിക്കും. പ്രധാനമായും ബവർച്ചിയും അതുപോലെ തന്നെ ഭാവ്നഗറുമാണ് കോൺഗ്രസ് വിട്ടു നൽകിയിരിക്കുന്നത്. ബവർച്ചി എന്ന് പറയുന്നത് മുൻ കോൺഗ്രസ് നേതാവായ അഹമ്മദ് പട്ടേലിന്റെ മണ്ഡലമാണ്. അദ്ദേഹത്തിന്റെ മക്കൾ ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ സീറ്റ് വിട്ടുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ സീറ്റ് വിട്ടു നൽകുവാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് പ്രവർത്തകർ ഉൾപ്പെടെ തങ്ങളുടെ ഈ സഖ്യത്തെ മാനിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. നേരത്തെ ഗോവയിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ 2 സീറ്റുകളിൽ ഗോവയിലുള്ള 2 സീറ്റുകളിലും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഈ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് ആ സീറ്റുകൾ കോൺഗ്രസിന് നൽകാമെന്നും ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി. എന്തായാലും കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള സീറ്റ് ധാരണ ചർച്ചകൾ എല്ലാം പൂർത്തിയായി സീറ്റ് ധാരണയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ പഞ്ചാബിൽ തങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുമെന്നും ഇരു പാർട്ടികളും വ്യക്തമാക്കിയിട്ടുണ്ട്. പഞ്ചാബിലെ സാഹചര്യം ഉൾപ്പെടെ കണക്കിൽ കൊടുത്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയതെന്നും ഇരു മുന്നണിയിലെയും നേതാക്കൾ വ്യക്തമാക്കുന്നു. എന്തായാലും വിവിധ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിരുന്നു. അവിടെ 63 സീറ്റുകൾ സമാജ്വാദി പാർട്ടി മത്സരിക്കുകയും 17 സീറ്റുകൾ കോൺഗ്രസ് മത്സരിക്കുവാനും തീരുമാനിച്ചിരുന്നു. എന്തായാലും ഇനി വിവിധ സംസ്ഥാനങ്ങളിലെ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കാരണം ബംഗാളിൽ നമുക്കറിയാം, ബംഗാളിൽ മമതാ ബാനർജി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി ഒരു പരിഹാരം കണ്ടെത്തുവാൻ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ചില നിർണായക നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബംഗാളിലും ഒരുപക്ഷെ സഖ്യസാധ്യത നിലനിൽക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി ഒരു പ്രശ്ന പരിഹാരത്തിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതേസമയം കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയും വിമർശിച്ചുകൊണ്ട് BJPയും രംഗത്ത് വന്നിരുന്നു. നേരത്തെ പരസ്പരം ഇത്തരത്തിൽ ചെളിവാരി എറിഞ്ഞ പാർട്ടികളാണ് ഇപ്പോൾ പരസ്പരം ഒന്നിച്ച് മുന്നേറുന്നതെന്നാണ് BJP ആരോപിക്കുന്നത്. തങ്ങൾ പരസ്പരം കുറ്റം പറഞ്ഞ പാർട്ടികൾ എത്രത്തോളം വിജയം കാണുമെന്നുള്ളത് നോക്കി തന്നെ കാണേണ്ട കാര്യമാണെന്നും BJP ആരോപിക്കുന്നു. എന്തായാലും ഇന്ത്യ സഖ്യം മുന്നേറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 നമുക്ക് കാണുവാൻ സാധിക്കിയത്. സഖ്യ ചർച്ചകൾ പൂർത്തിയാക്കി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ഇനി കൂടുതൽ പ്രചാരണ പരിപാടികളിലേക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ച 3 സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വിവിധ പ്രചാരണ പരിപാടികളിലേക്ക് വരും ദിവസങ്ങളിൽ ഇന്ത്യ മുന്നണി കടക്കും. സംയുക്ത റാലികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് BJPക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുവാൻ തന്നെയാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്.